ബുള്ളി ചെയ്ത ദേഷ്യത്തിൽ അവന്റെ കസിനെയും കൂട്ടിപ്പിടിച്ച് ഹീറോയെ പഞ്ഞു കിട്ടുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടേക്ക് ആരോ ഓടി വന്നു, അവനെ ഇടിച്ചു തെറിപ്പിച്ചു. വേറെ ആരോ അല്ല, നമ്മുടെ ഹാൻസോ ആണ്. ഇതെല്ലാം കണ്ട് നെട്ടിയിരിക്കുമ്പോൾ ഈ പിള്ളേരുടെ കേസിൽ ഇടപെടണോ എന്ന് വിചാരിച്ചിരുന്ന ആ കസിനോ ബുള്ളിയുടെ നിന്നെ ഒന്നിനും കൊള്ളൂല എന്ന ഭാവം കണ്ടതും അവന്റെ മെയിൻ സ്കില്ലാണെങ്കിൽ ആളെ പൊക്കിയെടുത്ത് എറിയലാണ്. ഹാൻസോയെ അങ്ങനെ ചെയ്തതും അവര് തമ്മിൽ ഭയങ്കര ഫൈറ്റായി എന്ന് കണ്ടതും മറ്റവന് ഹീറോയെ അവന്റെ ഫ്രണ്ട്സിനോട് പിടിച്ചു വെക്കാൻ പറഞ്ഞു. ഒരു കുപ്പി എടുത്തോണ്ട് വന്ന് തലക്കടിക്കാൻ നിന്നതും കറക്റ്റ് ടൈമിൽ ബിയോൺസോക്ക് വന്ന് അവനെ ഇടിച്ചു തെറിപ്പിച്ചു. ജസ്റ്റ് മിസ്സിൽ രക്ഷപ്പെട്ടു. ബുള്ളി ഇത്ര വലിയ സൈക്കോ ആണെന്ന് അറിഞ്ഞതും കസിനും ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോയി. നിനക്ക് ഇതൊക്കെ ചെയ്തിട്ട് എന്താണ് കിട്ടുന്നേ, നിനക്ക് തലക്ക് സുഖമില്ല എന്നൊക്കെ ആൻസോ ബുള്ളിയോട് പറഞ്ഞു. ഹീറോയെയും ബിയോൺസോക്കിനെയും കൂട്ടിയിട്ട് അവിടെ നിന്ന് പോയി. ബിയോൺസോക്കിനോടും നീ എനിക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞിരുന്നില്ലേ, അതെനിക്ക് വേണ്ട, അതിന് പകരം നല്ല ഫുഡ് വാങ്ങി തന്നാൽ മതി എന്ന് പറഞ്ഞു. ഹീറോയോടും കൂടെ വരാൻ പറഞ്ഞു. ഞാൻ വരുന്നില്ല, എനിക്ക് ട്യൂഷന് പോകാനുണ്ടല്ലോ എന്ന് പറഞ്ഞു. നിന്നെ രക്ഷിക്കാമെന്ന ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഫുഡ് കഴിക്കാൻ പോലും നിനക്ക് നേരമില്ല എന്ന് പറയുന്നത് കേട്ടതും അവരുടെ കൂടെ പോയി. ഹാൻസുകൾക്ക് ആണെങ്കിൽ ആകെയുള്ള ഒരു മുത്തശ്ശിയാണ്. അവരുടെ ഹോട്ടലിലേക്ക് തന്നെയാണ് കൊണ്ടുപോയത്. നിങ്ങൾ കാരണമാണ് ഞാൻ ലേറ്റ് ആയതെന്ന് പറഞ്ഞ് അവരെ കൊണ്ട് അവന്റെ പണി ഫുള്ള് ചെയ്യിപ്പിച്ചു. ഒരുമിച്ച് ഫുഡ് കഴിച്ച് നല്ല ഫ്രണ്ട്സ് ആയി മാറി. എന്നാൽ വേറൊരു സൈഡിൽ ആ കസിന്റെ ഗാങ്ങിൽ ഒരു ക്രൂരനായ ബോസ് ഉണ്ടായിരുന്നു. ബിസിനസ് ചെയ്യുന്ന സമയത്ത് ഫൈറ്റ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ആ കസിന്റെ കൈ ഒരു ദാക്ഷിണ്യമില്ലാതെ തല്ലി ഒടിച്ചു. അതിനൊരു കാരണമുണ്ട്, അത് പിന്നെ പറയാം. അതിനിടയിൽ ആ ഗാങ്ങിൽ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ലേ, അവളെ ഹീറോ ഒരു ഷോപ്പിൽ വെച്ച് ലിപ്സ്റ്റിക് മോഷ്ടിക്കുന്നത് കണ്ടുപിടിച്ചു. പിടിക്കപ്പെടുമെന്നായത് ഹീറോയുടെ ഫ്രണ്ടാണെന്ന് പറഞ്ഞ് അവന്റെ കൂടെ തന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. നല്ലൊരു ഫുഡ് സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞ് അവൻക്ക് ഫുഡ് വാങ്ങിക്കൊടുത്താണ് അവിടെ നിന്ന് പോയത്. പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നതും മറ്റേ ബുള്ളി വന്ന് ഞാൻ ഡ്രഗ് യൂസ് ചെയ്തെന്ന് അറിഞ്ഞ് എന്നെ ഈ സ്കൂളിൽ നിന്ന് തന്നെ ടെർമിനേറ്റ് ചെയ്തിട്ടുണ്ട്, പ്ലീസ് എന്റെ കൂടെ വന്ന് ടീച്ചറിനോട് സംസാരിക്കും, അല്ലെങ്കിൽ എനിക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ കിട്ടില്ല എന്നൊക്കെ ഹീറോയുടെ കാലിൽ വീണ് കെഞ്ചി കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കണ്ട അവരും ടീച്ചറെ കണ്ട് പാവത്തിന് വീണ്ടും തിരിച്ചെടുക്കണം എന്ന് പറഞ്ഞ് അതൊക്കെ സെറ്റ് ആകാമെന്ന് വിചാരിച്ച് കൂടെ പോയതും അവന് നേരെ കൂട്ടിയിട്ട് പോയത് മറ്റേ ഗാങ്ങിന്റെ തലവന്റെ അടുത്തേക്കാണ്. കാരണം ആ കസിന്റെ കൈ തല്ലി ഒടിച്ച് അവനെ ആശുപത്രിയിലാക്കി. ബില്ല് കാണിച്ച് ഇത് നിങ്ങൾ ഫൈറ്റ് ചെയ്തപ്പോൾ പറ്റിയതാണ്, എനിക്ക് 3 ദിവസത്തിനുള്ളിൽ 15 മില്യൺ യുവാൻ തരണം, അല്ലെങ്കിൽ നിന്നെയൊക്കെ ഞാൻ കൊന്നു കളയുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ട് പോയി. അതോടെ ഇവർ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴും തിരിച്ചു പോകുമ്പോഴും ആ ഗാങ്ങിലുള്ള കുറെ പേര് ഇവരെ ഫോളോ ചെയ്യാൻ തുടങ്ങി. ക്യാഷ് കിട്ടിയില്ലെങ്കിൽ തട്ടി കളയുമെന്നാണ് തലവന്റെ ഓർഡർ. അയാൾക്കാണെങ്കിൽ കുറെ ഗാങ്ങുമായിട്ട് കണക്ഷനും ഉണ്ട്. രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ല. ഇനി എന്ത് സംഭവിക്കും കാണാം അടുത്ത പാർട്ടിൽ.